ഹലോ വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം വേറെയാണ് കേട്ടോ. പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി ഇന്നത്തെ ദിവസം. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഫുട്ബോളിൻ്റെ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ ഡേ ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവരും അതിൻ്റെ പുറകെ തന്നെയാണ്, എല്ലാം മാറ്റി വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഒരു സത്യസന്ധമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഒരു കളി പോലും കണ്ടിട്ടില്ല. കാണണം എന്നുണ്ട്, പക്ഷേ ഒന്നും എനിക്ക് സമയമില്ല, പിന്നെ അതിനുള്ളൊരു മൂഡില്ല. പിന്നെ അതിൽ കണ്ടിരുന്നാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മിസ്സാക്കേണ്ടി വരും. അപ്പോൾ അതായത് രാത്രി ഉറക്കമൊഴിച്ചിട്ടുള്ള കാണൽ, രാത്രി സമയം, അതെല്ലാം കൂടി ആയപ്പോൾ വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. കുറേ പേര് അത് ഭയങ്കരമായിട്ട് ഭ്രാന്തമായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. എൻ്റെ ഹസ്ബൻഡ് പോലും ഒരു കാലത്ത് ഇഷ്ടമുള്ള ആൾ തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ നമുക്കതിന് പുറകെ നടക്കാനുള്ള സമയമില്ല. രണ്ട്, ചില ആൾക്കാർ അത് കണ്ടില്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയും എന്ന് ചിന്തിക്കുന്നവരുണ്ട്, അല്ലേ? പിന്നെ മൂന്നാമത്തെ ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ പറയേണ്ടി വരും. അതായത് നമുക്ക് അപ്ഡേറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അത് പറഞ്ഞ് ഒന്ന് എന്താ പറയുക, മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആൾക്കാർ, അല്ലേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഭ്രാന്തമായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ ഇത് കാണുമ്പോൾ ചിലപ്പം ഇഷ്ടപ്പെടില്ല ചിലർക്ക്. പക്ഷെ ഞാൻ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ രാത്രി ഉറക്കം വെച്ച് കാണൽ എനിക്ക് എന്തായാലും നടക്കില്ല. രാവിലെ നമുക്ക് ഉറങ്ങാനുള്ള സമയമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ഉറങ്ങുന്ന സമയത്ത് വെറുതെ ആ ഒരു ടൈം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതിൻ്റെ പുറകെ നടന്നിട്ടില്ല. നമുക്ക് ഭ്രാന്തമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ നമ്മൾ പിന്നെ അഡിക്റ്റായി പോവും. ഞാൻ ചില സാധനങ്ങൾ അഡിക്റ്റ് ആവാൻ നിൽക്കാറില്ല. അഡിക്റ്റായി കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ പേടിയാണ്. പിന്നെ എനിക്കത് ഇല്ലാണ്ട് പറ്റാണ്ട് ഒരു അവസ്ഥയാവും. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു കളി പോലും കണ്ടിട്ടില്ല. അപ്പോൾ അതെനിക്ക് ഓപ്പണായിട്ട് പറയുന്നതിൽ എനിക്കൊരു നാണവും തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഫൈനലിൽ ആരാ ജയിച്ചെന്നുള്ളതൊക്കെ അറിഞ്ഞു. എന്തായാലും സന്തോഷം. പിന്നെന്താ, അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈവനിങ് സ്നാക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് ടോസ്റ്റ് ഉണ്ട്. എയർ ഫ്രയറിൽ ഞാൻ പൊട്ടാറ്റോ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആക്കിയിട്ടുണ്ട്. ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു പോസ്റ്റ് കണ്ടു. ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ഷെയർ ചെയ്തതാണ്. അവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ഒരു ലേഡിയാണ്. ഞാനത് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ എൻ്റെ സ്റ്റോറിയിൽ ഇട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിട്ട് തോന്നി. എൻ്റെ ഇപ്പോഴത്തെ ഒരു ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്ന പോലെ തോന്നി. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് പ്രയാസങ്ങളും റബ്ബ് തരുമ്പോഴേ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് റബ്ബിനോട്, എന്തിനാണ് നമ്മൾക്ക് ഇത്രയും പരീക്ഷണങ്ങൾ തരുന്നത്? നമുക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ സങ്കടത്തോടെ ചോദിക്കൂലേ? അതിന് പകരം നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അതല്ല നമ്മൾ ചോദിക്കേണ്ടത്, ഈ ഒരു പരീക്ഷണം കൊണ്ട് റബ്ബ് എന്ത് മാറ്റമാണ് നമ്മളെ ലൈഫിൽ കൊണ്ടുവരുത്താൻ ഉദ്ദേശിക്കുന്നത്? എന്ത് നല്ല മാറ്റട്ടോ. അതേപോലെ തന്നെ ഈ ഒരു പരീക്ഷണം കൊണ്ട് എന്ത് നല്ലതാണ് നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്? എന്താ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. അതായത് നമുക്ക് എന്തെങ്കിലും പരീക്ഷണം തരുമ്പോൾ, എന്തെങ്കിലും പ്രയാസങ്ങൾ തരുമ്പോൾ അതിലെന്തെങ്കിലും ഒരു നല്ലത് റബ്ബ് നമുക്കായിട്ട് കണ്ടുവച്ചിട്ടുണ്ടാവും. അത് കുറച്ച് സമയമെടുക്കും എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് ടു നമ്മുടെ വേറൊരു ദിവസത്തെ വിശേഷമുള്ളത്. നമ്മൾ വിർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ ബോട്ടിലാട്ടത്. ശുദ്ധമായ തേങ്ങാപ്പാലിൽ നിന്ന് ഉണ്ടാക്കിയ ഓയിലാണ് വിർജിൻ കോക്കനട്ട് ഓയിൽ, അതായത് ഉരുക്ക് വെളിച്ചെണ്ണ. അപ്പോൾ അതിൻ്റെ ബോട്ടിൽ കണ്ടില്ലേ നിങ്ങൾ, 100 ml ബോട്ടിലാട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ഒരു മെഷറിങ് കപ്പിൽ നമ്മൾ 1 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു. വിർജിൻ കോക്കനട്ട് ഓയിൽ, അതായത് ഉരുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ബോട്ടിലാക്കിയപ്പോൾ 1 ലിറ്റർ നമുക്കൊരു 100 ml ബോട്ടിൽ 10 ബോട്ടിലാക്കണമല്ലോ. അതെങ്ങനെ ആക്കിയിട്ടും ഒരു 9 ബോട്ടിലാവുന്നുള്ളൂ. ബാക്കി 10ാമത്തെ ബോട്ടിലാവുന്നില്ല. 9 ബോട്ടിലില്ല, 8.25 ബോട്ടിലാവുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ബോട്ടിൽ 100 ml ബോട്ടിലാണ് എങ്ങനെ വന്നിട്ടും അതെങ്ങനെ മെഷർമെൻറ്റ്സ് എങ്ങനെ മിസ്സായി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ബോട്ടിൽ വെള്ളം ഒഴിച്ച് നമ്മൾ നോക്കിയത് കേട്ടോ. നമ്മളിത് ഇത്രയും കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഇത്രയും ഉള്ള വ്യൂവേഴ്സിന് ഇത്രയും കൊടുത്തിട്ടുണ്ട്, കസ്റ്റമേഴ്സിന് ഇത്രയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് 100 ml ബോട്ടിലല്ലായിരുന്നു, ഇത് 110 മേലെ ml വരുന്നുണ്ട്. ഇപ്പോൾ ഈ ബോട്ടിൽ നമ്മൾ അത്യാവശ്യം വാങ്ങിച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വ്യൂവേഴ്സിന് ഫസ്റ്റത്തെ ട്രിപ്പ് പോയിട്ടുള്ള വ്യൂവേഴ്സിന് എന്തായാലും കുറച്ച് കൂടുതൽ ഓയിൽ വന്നിട്ടുണ്ട്. എന്തായാലും അത് സന്തോഷമുള്ളൂ, നമ്മളെ വ്യൂവേഴ്സിനല്ലേ, വേറെ ആർക്കും ഇല്ലല്ലോ. മാഷാ അല്ലാ അൽഹംദുലില്ലാ. നമ്മളെ ഓരോ ദിവസത്തെ ഓർഡേഴ്സും അന്നന്ന് തന്നെ നമ്മൾ പാക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ കൊറിയർ ടീമിന് അയക്കുന്നതാണ് കേട്ടോ.
അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നും ഞാൻ വന്നിട്ട് വീഡിയോ എടുക്കാറില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാൻ ഇതുപോലെ എടുക്കാറുള്ളൂ. അവർ ഡെയിലി ഇങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വരാൻ കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ നെക്സ്റ്റ് ഡേ എറണാകുളത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാൻ്റെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കീമോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എറണാകുളം മെഡിക്കൽ സെൻറ്ററിലാണ് നമ്മൾ ഇത്തവണ കീമോ ചെയ്യുന്നത്. വേറൊന്നുമില്ല, നമ്മൾ അജു മാത്യു ഡോക്ടറാണ് ഈ ഒരു മെഡിസിൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം സ്റ്റേജ് 4 കോളൻ ക്യാൻസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനി മെഡിസിൻസ് എടുക്കുമ്പം 1-2 കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എനിക്കൊരു മൂഡില്ലായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. കാരണം കുറച്ച് കാലമായിട്ട് ടാർഗറ്റ് കീമോ ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പം സ്ട്രോങ് കീമോ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ ബെറ്ററാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഞാൻ അധികം ക്ലിപ്സൊന്നും അവിടെ നിന്ന് എടുത്തിട്ടില്ല. അജു മാത്യു ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ എറണാകുളം മെഡിക്കൽ സെൻറ്ററിൽ കേട്ടോ. പിന്നെ 2 വീക്സ് കൂടുമ്പോഴാണ് അടുത്ത കീമോ വരുന്നത്. പിന്നെന്താ, ഇത് വീട്ടിലെത്തി നെക്സ്റ്റ് ഡേ വിശേഷങ്ങളാണ്. എന്താ പറയുക, മഴ ഉണ്ടായിരുന്നു. എന്താ പറയുക, ഓക്കെയാണ് നമ്മൾ. പക്ഷെ എന്നാലും ചില സമയത്ത് നമ്മളിങ്ങനെ വിഷമം വരില്ലേ. അപ്പോൾ നമ്മളെന്താ വിചാരിക്കേണ്ടത്, ആ അകത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് ദിവസം വീഡിയോസ് ഒന്ന് പോസ്റ്റ് ചെയ്യാൻ. കാരണം വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ജോബ് മുന്നോട്ട് പോകണമല്ലോ എനിക്ക്. അപ്പോൾ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് നമ്മൾ വീഡിയോ എടുക്കും വേണം, എന്നാൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡ് ഉണ്ടാവാത്തൊരവസ്ഥയില്ലേ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. എന്നാലും നമ്മളെ ജോലി മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ദോശ ഉണ്ടാക്കി. ദോശ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, കോണ്ടൻറ്റ് വേണ്ടേ. പിന്നെ വിചാരിച്ചു മതി, കഴിഞ്ഞിട്ടൊക്കെ എടുക്കുക. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ വിശേഷങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാത്തതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ പറയുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ കാണുമ്പം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. പിന്നെ ഇത് ഇക്കാക്ക് ഇപ്രാവശ്യം ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് സ്ട്രോങ് കീമോ ഇല്ല. അപ്പം അത്യാവശ്യം സൂപ്പുകൾ, ഇത് മട്ടൻ സൂപ്പാണ്. മട്ടൻ്റെ കയ്യും കാലൊക്കെ ഇല്ലേ, ആടിൻ്റെ, അത് വെച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കിയിട്ട് സൂപ്പ്, പിന്നെ അത് വരട്ടിയത്. വീക്ക്ലി 2 ഡേ 2 പ്രാവശ്യമൊക്കെ മട്ടൻ ലിമിറ്റഡായിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മട്ടന് എല്ലാം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്നും കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഷുഗർ കംപ്ലീറ്റ്ലി ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയൊക്കെ UAE സമയത്ത് ഒരുപാട് നല്ല നല്ല സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ പിന്നെ അതൊന്നും ഇല്ലാണ്ടായി. പിന്നെയൊക്കെ ബാക്ക് ടു നമ്മുടെ ഇതിലോട്ട് കൊണ്ടുവരണം, ഡയറ്റിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇക്കാക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ഓരോന്നും ഉണ്ടാക്കലാണ്. കൂടുതലും നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കൊടുക്കാറ്. വീട്ടിൽ ഉണ്ടായിട്ടുള്ള ഫുഡുകളൊക്കെ തന്നെ കേട്ടോ. പിന്നെ ഇക്കൻ്റെതായിട്ടുള്ള മത്തനില, ചീര, പയർ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതിൽ നിന്നൊക്കെ ഉള്ളത് കുറേശ്ശെ കൊടുക്കാറുണ്ട്. ഇപ്പം വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ വോമിറ്റിംഗ് ഒക്കെ ടെൻഡൻസി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ ഞാൻ പറയണ്ടെന്ന് വിചാരിക്കും. പക്ഷേ എന്നെ കാണുന്നവർ, അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരൊക്കെ പ്രത്യേകം ചോദിക്കാറുണ്ട്. പിന്നെ എനിക്ക് പലരുടെയും പ്രാർത്ഥനകൾ വരാറുണ്ട്. ചിലരൊക്കെ പേഴ്സണലി മെസ്സേജ് ആക്കിയിട്ട് അത്രയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആരുടെ പ്രാർത്ഥനയിലാണ് ഒരു മാറ്റം വരുത്തുക എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ നേരത്തെ ആ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ പറഞ്ഞ പോലത്തെ ഒരു കാര്യം പറയാൻ എനിക്ക് കേൾക്കാനായിരിക്കും ആഗ്രഹം. അതായത് നമുക്ക് ഓരോ പരീക്ഷണങ്ങളൊക്കെ തരുന്നത് അത് നമ്മൾ പേടിപ്പിക്കാനാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല എന്തെങ്കിലും വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെൻഷനൊക്കെ വരണമല്ലോ. എന്നും നമുക്ക് സന്തോഷം മാത്രം പോരല്ലോ. എന്തെങ്കിലുമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നാലേ നമ്മളെ ലൈഫ് ആവുള്ളൂ. അപ്പം ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. ഇത് എൻ്റെ ഈ ഒരു വോയിസ് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. കാരണം ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്ക് കുഞ്ഞു കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെടാനേ നേരമുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ കുഞ്ഞു കാരണത്തിൽ സങ്കടപ്പെടരുത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വലിയ കാര്യങ്ങൾ വരുമ്പോഴേ നമ്മൾ അന്ന് സങ്കടപ്പെട്ടത് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ. എന്തിനാണ് നമ്മൾ സങ്കടപ്പെട്ടത്? ഞാൻ അന്നൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, 3ാമത്തെ ബേബി എനിക്ക് റോയിമോൾ ബേബി ഗേളാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ സങ്കടപ്പെട്ട്, ഞാൻ ആ കരഞ്ഞ് എന്തോ പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നത്. കാരണം നമുക്ക് സങ്കടപ്പെടാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അന്ന് സങ്കടപ്പെട്ടത്. അന്ന് എനിക്ക് ഇങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഇപ്പം വലിയ ടെൻഷൻ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും ഇല്ലാണ്ടായിപ്പോയി. ഗേൾസ് അനുഗ്രഹമാണ് നമുക്ക്, മാഷാ അല്ലാഹ്. പിന്നെ ഇതാ നമ്മളെ വീട്ടിൻ്റെ മേലെ നമ്മളെ യൂട്ടിലിറ്റീൻ്റെ ഡോറുണ്ടല്ലോ, ഒരു 1 വീക്കിന് മേലെ തുറക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ അടഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ തണുപ്പാകുമ്പോൾ വുഡ് എക്സ്പാൻഡ് ചെയ്യില്ലേ, അങ്ങനെ നന്നായിട്ട് ക്ലോസ് ആയിരുന്നു. അപ്പോൾ അതൊന്ന്
ആളെ വിളിപ്പിച്ചിട്ട് ഒന്ന് റെഡിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തുറന്നിട്ടോ യൂട്ടിലിറ്റി ഡോറ്. ഒരു സാധനം അടഞ്ഞെടുക്കുമ്പോൾ നമുക്കൊരു വെപ്രാളമായിരിക്കും, അതിനകത്ത് നമ്മൾ എന്തൊക്കെയോ സാധനങ്ങളുണ്ടെന്ന്. തുറക്കാൻ നല്ലൊരു ഇടങ്ങേറല്ലേ, അങ്ങനെ ഒരു ഇടങ്ങേറായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. പിന്നെ ഇക്കാക്ക് ഞാൻ പറഞ്ഞല്ലോ മട്ടൻ്റെ കയ്യും കാലും, അത് രാവിലെ തൊട്ട് വിസിലടിക്കാൻ തുടങ്ങിയതാണ്. അതായത് നന്നായിട്ട് വെന്ത് കുഴയണം. അതായത് ആ എല്ലില്ലേ, കയ്യും കാലിലുള്ള എല്ലിന്ന് അത് മൊത്തത്തിൽ ആ ഇതൊക്കെ പോയിട്ട് എല്ല് മാത്രമാവണം, എന്നാലേ ആ സൂപ്പിൻ്റെ ഗുണം കിട്ടുള്ളൂ. നമ്മൾ പെട്ടെന്ന് 2-3 വിസിലടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ആദ്യം ഒരു വിസിലടിക്കും, എന്നിട്ട് ഓഫാക്കും, അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വിസിലടിക്കും, വീണ്ടും ഓഫാക്കും, അങ്ങനെ വിസിലടിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. പിന്നെ ഇതാ മസാലയൊക്കെ റെഡിയാക്കി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും നമ്മൾ തുറന്നു നോക്കിയപ്പോൾ ഒന്നുകൂടെ കുക്കാവാനുണ്ട്, എന്നാലേ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുള്ളൂ, ആ സൂപ്പിൻ്റെ ഗുണങ്ങൾ. അല്ലാണ്ട് മട്ടൻ വെറുതെ കുക്ക് ചെയ്തിട്ട് ആ എല്ല് കഷ്ണങ്ങൾ അങ്ങനെ ഇട്ടുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിൽ കിട്ടണം. അപ്പോൾ അതിന് നന്നായിട്ടത് വേവണം കേട്ടോ. വിറകടുപ്പിൽ വെക്കുന്നത് നല്ലത്, പക്ഷേ തലേ ദിവസം രാത്രി മുതൽ പിറ്റേ ദിവസം വരെ നമ്മൾ വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനാണെങ്കിൽ എപ്പോഴും കുക്കർ തന്നെ യൂസ് ചെയ്യുന്നത് നല്ല കേട്ടോ. അപ്പോൾ അതാ ഒന്നും ചേർത്തിട്ടില്ല, ആ എല്ല് കഷ്ണങ്ങളും കുറച്ച് ഇറച്ചി പീസുണ്ട്, അതും കൂടി ഉണ്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. വേറെ ഒന്നും അതിൽ ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ഇത് വേറെ മസാലയിലോട്ട് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് സൂപ്പിൻ്റെ വെള്ളം മാറ്റി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് വെച്ചതാണ്, പക്ഷേ ഒന്നുകൂടെ വേവാണ്ടായിരുന്നു മട്ടൻ. അപ്പോൾ പിന്നെ ഞാൻ അത് വീഡിയോയിൽ കാണിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് മടിയായി. പിന്നെ ഇതിൻ്റെ ഇങ്ങനത്തെ വരട്ടുന്ന റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ചെറിയ ജീരകം, എന്താ പറയുക, മഞ്ഞൾ, മല്ലി, കുരുമുളക്, ഇത് മാത്രം കുറച്ച് വെള്ളത്തിൽ പേസ്റ്റാക്കി എടുത്തിട്ട് ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ട് ആ പേസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇതാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വരട്ടിയെടുക്കുക. അതാണ് കറിവേപ്പിലൊക്കെ ചേർത്തിട്ടൊന്ന് വരട്ടിയെടുക്കുക. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തോളിട്ട്, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കുക. അപ്പോൾ അതാ ഒന്നുകൂടെ വേവാനുണ്ട്. അപ്പോൾ വീണ്ടും അത് പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ്. പിന്നെന്താ, പിന്നെ പണ്ടൊക്കെ നമ്മൾ ഇക്കാക്കും നമുക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി കരിഞ്ജീരകമൊക്കെ തിളപ്പിച്ച വെള്ളമായിരുന്നു കുടിച്ചിരുന്നത്. പിന്നെ കുറച്ച് കാലമായിട്ട് നമ്മളതൊക്കെ മടിയായിട്ട് ഒഴിവാക്കിയിരുന്നു. വീണ്ടും അതിലോട്ട് തന്നെ പോവുകയാണ് കേട്ടോ. കാരണം എനിക്ക് ആലോചിക്കുമ്പോൾ ചിരി വരുന്നത്, അതൊക്കെ കണ്ടിന്യൂസ് ചെയ്താൽ മതിയായിരുന്നു. പിന്നെ ഇത് പപ്പായയാണ് കേട്ടോ. പച്ച പപ്പായ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് അത് ഉപ്പേരിയാക്കുകയാണ്. പച്ച പപ്പായൊക്കെ നല്ലതാണ്. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ വീട്ടിൽ വിറക് പുരയുടെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കാണിക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു കമ്പിയൊക്കെ പെയിൻ്റ് അടിക്കുകയാണ്. പെയിൻ്റ് അടിച്ചതിന് ശേഷമാണ് നമ്മളതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ അവർ പെയിൻ്റ് അടിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി വേറൊരു വിശേഷം കാണിച്ചു തരാം. ഏതിലൂടെ വന്നു? എടാ പാമ്പേ, എഴുതി ഇതിലൂടെ വന്ന് ചേരങ്ങി ചേര. ഞാനുണ്ടല്ലോ മുറ്റത്ത് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോഴാണ് എന്തോ ഒരു സാധനം എൻ്റെ തൊട്ട് മുമ്പിലാണ് എന്തോ ഒരു സാധനം ഇളകുന്നത് കാണുന്നത്. അപ്പോഴാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ ഇത് എവിടെ നിന്ന് വന്നു നോക്കിയപ്പോഴാണ് ഇതാ ഈ ഒരു സംഭവത്തിൽ അത് തിരിച്ചു പോകുന്നതിലൂടെയാണ്. ചേരയാണ് ഭാഗ്യത്തിന്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരെണ്ണത്തിന് നമ്മൾ വീട്ടുമുറ്റത്ത് പരിസരത്ത് കാണുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അതിന് മുമ്പ് വന്ന് പോയിട്ടുണ്ടോയെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവിടുത്തെ പുല്ലുകളൊക്കെ വെട്ടണം. എത്ര പെട്ടെന്ന് ആ പുല്ലുകളൊക്കെ നിറയുന്നതെന്നറിയോ. ഇനിയിപ്പോൾ അതൊക്കെ വെട്ടണം. കാരണം നമ്മളിത് താഴെയുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ചാടാൻ നല്ല എളുപ്പമാണ്. എൻ്റെ ഇക്കാക്കും അതുപോലെ തന്നെ ഇക്കാൻ്റെ ഉമ്മാക്കും, ഇവർക്ക് രണ്ടുപേർക്കും ഇതിനൊന്നും പേടിയില്ല. അതവിടെ വന്ന് പോയിക്കോട്ടെ, അത് വന്ന് അതുപോലെ പോയിക്കോളും, അതിനെന്താ പേടിക്കണമെന്നൊക്കെയാണ്. എനിക്കറിയില്ല, എനിക്കിതിനൊക്കെ ഭയങ്കര പേടിയാണ്. എനിക്ക് മക്കളൊക്കെ പുറത്തിറക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പേടിയാട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ റോസ് ഹെർബൽസിലെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ നമ്പർ കൊടുക്കാം, പിന്നീട് കമൻറ്റായിട്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണേ.